GB വിഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നാഡീവ്യൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ തലച്ചോർ, ബ്രെയിനിന്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ഘടനയും അതിന്റെ വിവിധ ഭാഗങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് വിശദമാക്കിക്കൊണ്ടിരിക്കുന്നത്. തലച്ചോറ് അവിടെ കൊണ്ട് അവസാനിക്കാം. ആ പറഞ്ഞതിൽ നിന്ന് തലച്ചോറ് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുവെന്നും അത് നമ്മൾ ചർച്ച ചെയ്തതുപോലെ അതുകൊണ്ട് തന്നെ ഹെൽമെറ്റിന്റെ ഉപയോഗം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നൊക്കെ ആ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കേന്ദ്രനാഡീവ്യൂഹത്തിന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഓർമ്മയുണ്ടാവും. അത് സുഷുമ്നയാണ്, അഥവാ സ്പൈനൽ കോഡാണ്. രണ്ടാമത്തെ ഭാഗം സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് സുഷുമ്ന എന്ന് പറയുന്നത് നമ്മുടെ മെഡുല്ല ഒബ്ലോംഗേറ്റയുടെ തുടർച്ചയായി, മെഡുല്ല ഒബ്ലോംഗേറ്റയും നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടതാണ്. തലച്ചോറിന്റെ ഏറ്റവും പിറകിലായി താഴത്തേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലോംഗേറ്റ. വൈറ്റ് മാറ്റർ പുറമേയും ഗ്രേ മാറ്റർ അകത്തായിട്ടാണ് കാണപ്പെടുന്നത്. പർട്ടിക്കുലാരിറ്റി മെഡുല്ല ഒബ്ലോംഗേറ്റയ്ക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഏറ്റവും ജീവൽ പ്രധാനമായ ഭാഗമായിരുന്നു. ആ മെഡുല്ല ഒബ്ലോംഗേറ്റയ്ക്ക് തുടർച്ചയായി നട്ടെല്ലിന്റെ കീഴറ്റം വരെ ഒരു ചെറുവിരലിന്റെ അത്രത്തോളം കനത്തിൽ കാണപ്പെടുന്ന വെളുത്ത ഒരു ദണ്ഡ, ഒരു വഴിയാണ് സുഷുമ്ന അഥവാ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. മെഡുല്ല ഒബ്ലോംഗേറ്റയിൽ നിന്നും ആരംഭിച്ച് നട്ടെല്ലിന്റെ കീഴറ്റം വരെ എത്തുന്ന വണ്ണം കുറഞ്ഞ വെളുത്ത നിറത്തോടു കൂടിയ ഒരു ഭാഗമാണ് സുഷുമ്ന അഥവാ സ്പൈനൽ കോഡ്. സുഷുമ്ന നമ്മുടെ മെഡുല്ല ഒബ്ലോംഗേറ്റ വെളുത്ത നിറത്തിലായതുകൊണ്ട് തന്നെ അതിന്റെ തുടർച്ചയായ സ്പൈനൽ കോഡും തീർച്ചയായിട്ടും വെളുത്ത നിറത്തിലായിരിക്കും. കാരണം അവിടെയും വൈറ്റ് മാറ്റർ പുറമേയും ഗ്രേ മാറ്റർ അകത്തുമായിട്ടാണ് കാണപ്പെടുന്നത്. കോർട്ടെക്സ് വൈറ്റ് മാറ്ററിനാലും മെഡുല്ല ഗ്രേ മാറ്ററിനാലും നിർമ്മിതമാണ് സുഷുമ്നയിലും സ്പൈനൽ കോഡിൽ. ഓക്കെ, സ്പൈനൽ കോഡും വളരെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. സ്പൈനൽ കോഡിന് ഏൽക്കുന്ന അപകടങ്ങൾ ശരീരം തളർന്നു പോവാൻ, പരാലിസിസ് സംഭവിക്കാൻ കാരണമാവാറുണ്ട്. നമ്മൾ പലപ്പോഴും ഉയരമുള്ള വീഴ്ചയിൽ നിന്നും, ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയിൽ നിന്നും അപകടം സംഭവിച്ച് ശരീരമാസകലം തളർന്ന് കിടന്നു പോയ ഒരാളെ കാണുമ്പോൾ, അല്ലെ ആളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ള നട്ടെല്ലിന് കാര്യമായ അപകടം സംഭവിച്ചിട്ടുണ്ട്, അതാണ് ആ കിടപ്പിന് കാരണമെന്നാണ്. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നട്ടെല്ലിനല്ല, നട്ടെല്ലിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന സുഷുമ്നയ്ക്കാണ്. നട്ടെല്ല് എന്നത് സുഷുമ്നയുടെ സംരക്ഷണ കവചമാണ്. തലച്ചോറിന് എന്നതുപോലെ തന്നെ സുഷുമ്നയ്ക്കും രണ്ട് സംരക്ഷണ സംവിധാനങ്ങളാണുള്ളത്. ബാഹ്യമായി സുഷുമ്നയെ പൊതിഞ്ഞുകൊണ്ട്, സംരക്ഷിച്ചുകൊണ്ട് നട്ടെല്ല്, വെർട്ടിബ്രൽ കോളം കാണുന്നു. നട്ടെല്ല് അഥവാ വെർട്ടിബ്രൽ കോളം സുഷുമ്നയുടെ ബാഹ്യമായ അസ്ഥി നിർമ്മിതമായ സംരക്ഷണ കവചമാണ് വെർട്ടിബ്രൽ കോളം, നട്ടെല്ല്. 29ഓളം അസ്ഥികൾ ചേർന്നുണ്ടായതാണ് നട്ടെല്ല് എന്ന് നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. തലയോട് 26ഉം സുഷുമ്നയെ പൊതിഞ്ഞു കണ്ട് കാണുന്ന നട്ടെല്ല് 29ഓളം അസ്ഥികളും ചേർന്നുണ്ടായതാണ്. കശേരികൾ, കുഞ്ഞു കുഞ്ഞു കശേരികൾ ചേർന്നുണ്ടായതാണ്. അതുപോലെ നട്ടെല്ല് എന്ന് പറയുമ്പോൾ സിംഗുലർ വേർഡ് ആണെങ്കിലും, ഒറ്റ വാക്കായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് ഒരുപാട് എല്ലുകൾ ചേർന്നുണ്ടായതാണ്. അതുകൊണ്ടാണ് ഫ്ലെക്സിബിലിറ്റി. ഇപ്പൊ നമുക്ക് കുനിയാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളയാനൊക്കെ കഴിയുന്നതിന്റെ കാരണം ഒന്നാലോചിച്ച് നോക്കൂ. നട്ടെല്ല് ഒരൊറ്റ സിംഗിൾ ബോൺ ആയിരുന്നുവെങ്കിൽ നമുക്ക് ശരീരത്തിന്റെ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി അത്ര സുഖകരമായി നടക്കില്ലായിരുന്നു. അപ്പൊ ഇത് ജംഗ്ഷൻ ബൈ ജംഗ്ഷൻ ആയിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചതായതുകൊണ്ട് വളയാനും തിരിക്കാനൊക്കെ സാധിക്കുന്നു. ആ രീതിയിലാണ് നട്ടെല്ലിന്റെ ക്രമീകരണം എന്ന് പറയുന്നത്. ആ നട്ടെല്ല് എന്തിനു സഹായിക്കുന്നു? സുഷുമ്നയെ ബാഹ്യമായ ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംരക്ഷണ കവചമാണ് നട്ടെല്ല് അഥവാ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. രണ്ടാമത്തത് മെനിഞ്ചസ് ആണ്. എവിടെ കാണുന്നത് പോലെ, തലച്ചോറിനെ പൊതിഞ്ഞ് കാണുന്നത് പോലെ സുഷുമ്നയെ പൊതിഞ്ഞുകൊണ്ടും മെനിഞ്ചസിന്റെ 3 പാളികളോടുകൂടിയ സ്ഥലം കാണുന്നുണ്ട്. തലച്ചോറിലെ മെനിഞ്ചസിന്റെ അതേ ഘടനയും അതേ പ്രവർത്തനവും തന്നെയാണ് സുഷുമ്നയിലെയും സ്പൈനൽ കോഡിലെയും മെനിഞ്ചസിനുള്ളത്. ബാഹ്യമായി അസ്ഥി നിർമ്മിതമായ നട്ടെല്ലും ആന്തരികമായി സ്ഥലനിർമ്മിതമായ 3 പാളികളോട് കൂടിയ മെനിഞ്ചസും സുഷുമ്നയെ സംരക്ഷിച്ചുകൊണ്ട് കാണുന്നുണ്ട്. തലച്ചോറ് നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്താൻ സഹായിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ
അതിനെയും സംരക്ഷിക്കേണ്ടത് പ്രധാനം അറിയിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ രണ്ട് സംരക്ഷണ സംവിധാനങ്ങൾ സുഷുമ്നയ്ക്ക് ഉള്ളത് എന്നുള്ള. സുഷുമ്നയുടെ ധർമ്മങ്ങൾ, സ്പൈനൽ കോഡിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുഷുമ്ന, ഞാൻ ഒരു ക്ലൂ തരാം. സുഷുമ്ന നാഡി, സ്പൈനൽ കോഡ് ഒരു മിക്സഡ് നെർവിന് ഉദാഹരണമാണ്, ഒരു സമ്മിശ്ര നാഡിക്ക് ഉദാഹരണമാണ്. സുഷുമ്ന നാഡി ഒരു സമ്മിശ്ര നാഡിക്ക് ഉദാഹരണമാണ്. ഇതിൽ നിന്ന് സുഷുമ്നയുടെ രണ്ട് ധർമ്മങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. ഏതൊക്കെയാണത്? സുഷുമ്ന വിവിധ ശരീരാവയവങ്ങളിൽ നിന്നുണ്ടാകുന്ന സംവേദ ആവേഗങ്ങളെ, സെൻസറി ഇമ്പൾസസിനെ തലച്ചോറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതായത് എന്തിന്റെ ധർമ്മം? സംവേദ ന്യൂറോണിന്റെ അല്ലെങ്കിൽ സെൻസറി ന്യൂറോണിന്റെ ധർമ്മമാണ് ഒന്ന്. രണ്ട്, തലച്ചോറിന്റെ മറുപടികളെ വിവിധ ശരീരാവയവങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ഫ്രം ബ്രെയിൻ ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ പ്രേരക ന്യൂറോണിന്റെ, മോട്ടോർ ന്യൂറോണിന്റെ ഫംഗ്ഷനുമാര് ചെയ്യുന്നുണ്ട്, സുഷുമ്ന ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്കറിയാവുന്ന രണ്ട് ധർമ്മങ്ങൾ. വിവിധ ശരീരാവയവങ്ങളിൽ നിന്നും ആവേഗങ്ങളെ തലച്ചോറിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. തലച്ചോറിൽ നിന്ന് വിവിധ ഓർഗൻസിലേക്ക്, വിവിധ ഭാഗങ്ങളിലേക്ക് ആവേഗങ്ങളെ കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നു. മൂന്ന്, നമുക്ക് പരിചയമില്ലാത്ത മൂന്നാമത്തെ ധർമ്മം റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. സുഷുമ്നയുടെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ധർമ്മമാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. അതെന്താ നമ്മൾ വഴിയെ പറയുന്നത്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്പൈനൽ കോഡ് എന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇത്രയാണ്. വിവിധ ശരീരാവയവങ്ങളിൽ നിന്ന്, ഓർഗൻസിൽ നിന്ന് ആവേഗങ്ങളെ, ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. രണ്ട്, ബ്രെയിനിന്റെ മറുപടികളെ, മോട്ടോർ ഇമ്പൾസസിനെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. മൂന്ന്, റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. ഇത് മൂന്നുമാണ് സുഷുമ്നയുടെ വളരെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി സുഷുമ്നയുടെ ഘടന ഒന്ന് പരിശോധിക്കാം നമുക്ക്. എന്താണ് എന്റെ ഘടനയുടെ പ്രത്യേകത നോക്കൂ. ഘടനയുടെ പ്രത്യേകമായിട്ട് പറയാവുന്ന രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വെളുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. ബാഹ്യമായി നട്ടലിന്റെ ആവരണവും ആന്തരികമായി മെനിഞ്ചസിന്റെ ആവരണവും കാണപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റു ചില പ്രത്യേകതകൾ നോക്കുക. നമ്മൾ പറഞ്ഞു, ഒരേ സമയം സുഷുമ്നയിലൂടെ സംവേദാവേഗങ്ങളും പ്രേരകാവേഗങ്ങളും, അല്ലെ, മോട്ടോർ ആൻഡ് സെൻസറി ഇമ്പൾസസ് ഒരേ സമയം കടന്നു പോകുന്ന പാതയാണ് സുഷുമ്ന എന്ന് പറയുന്നത്. സുഷുമ്നയുടെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല. കാരണം സുഷുമ്നയുടെ ഘടന ടെക്സ്റ്റിനകത്തുണ്ട്. നമുക്കത് എന്താ പറയാ, വരയ്ക്കാൻ ചോദിക്കുമെന്ന് തോന്നാത്തൊരു പിക്ചറാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. വരയ്ക്കാൻ ചോദിക്കാനൊരു സാധ്യത അവിടെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഡയഗ്രമാറ്റിക് ഫിഗർ മാത്രം വരയ്ക്കാം. ഇതാണ് സുഷുമ്നയെങ്കിൽ, സുഷുമ്നയില് സംവേദ ആവേഗങ്ങൾ, സെൻസറി ഇമ്പൾസസിന് കടന്നു പോവാൻ വേണ്ടി മാത്രമായിട്ടൊരു വഴിയുണ്ട്. വൺ വേ ആണ്. ഈ വഴിയിലൂടെ സെൻസറി ഇമ്പൾസസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി, വിവിധ ശരീരാവയവങ്ങളിൽ നിന്ന് തലച്ചോറിലേക്ക് പോകേണ്ട ആവേഗങ്ങൾ കടന്നു പോകുന്നത് ഇതിലൂടെ മാത്രമാണ്. ഈ വഴിക്ക്, ഇങ്ങനെ സെൻസറി ആവേഗങ്ങൾ, സംവേദ ആവേഗങ്ങൾ കടന്നു പോകുന്ന വഴിക്ക് നമ്മൾ കൊടുക്കുന്ന പേര് ഡോർസൽ റൂട്ട് എന്നാണ്. ഡോർസൽ റൂട്ട്. സംവേദ ആവേഗങ്ങൾ, സെൻസറി ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന, സംവേദ ആവേഗങ്ങൾക്ക് വേണ്ടി മാത്രമായി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന വഴിയാണ് ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത്. ഇനി തലച്ചോറിന്റെ മറുപടികൾ, തലച്ചോറിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്ന, കടന്നു പോകുന്ന സുഷുമ്നയുടെ വഴിയുടെ പേര് വെൻട്രൽ റൂട്ട് എന്നാണ്. വെൻട്രൽ റൂട്ട്. വെൻട്രൽ റൂട്ടിലൂടെ പ്രേരക ആവേഗങ്ങൾ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. ഡോർസൽ റൂട്ടിലൂടെ സംവേദ ആവേഗങ്ങൾ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. വേറെ ചാൻസ് ഇല്ല. അപ്പോ സംവേദ ആവേഗങ്ങൾക്കും പ്രേരക ആവേഗങ്ങൾക്കും വേണ്ടി മാത്രമായി പ്രത്യേകം ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള വഴികൾ തന്നെ സുഷുമ്നയിലുണ്ട്. ആ വഴികളാണ് സംവേദ ആവേഗത്തിന്റെ വഴിയെ, സെൻസറി ഇമ്പൾസസിന്റെ റൂട്ടിനെ ഡോർസൽ റൂട്ട് എന്നും, പ്രേരക ന്യൂറോൺ ആവേഗത്തിന്റെ, മോട്ടോർ ഇമ്പൾസസിന്റെ റൂട്ടിനെ വെൻട്രൽ റൂട്ട് എന്നും പറയുന്നു. ഇവിടെ ഒരു ചോദ്യം സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം.
സംവേദ ആവേഗങ്ങൾ. ഒരു ആദ്യ ജോഡിയുടെ ബന്ധം മനസ്സിലാക്കി രണ്ടാമത്തെ ജോഡി പൂരിപ്പിക്കുക എന്നിടത്തേക്ക് ചോദിക്കാറുണ്ട്. ആ ഭാഗത്തേക്ക് നോക്കുക. അതായത് വെൻട്രൽ റൂട്ട് പ്രേരകാവേഗം സംവേദാവേഗം ഡാഷ്. വെൻട്രൽ റൂട്ട് പ്രേരകാവേഗം, വെൻട്രൽ റൂട്ട് മോട്ടോർ ഇമ്പൾസ്, സെൻസറി ഇമ്പൾസ് ഓർ സംവേദാവേഗം ഡാഷ്. അപ്പൊ ആദ്യ ജോഡി ഇതാണ്, നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ നോക്കിക്കൊണ്ട് രണ്ടാമത്തെ ജോഡി പൂരിപ്പിക്കുക എന്നതാണ്. വെൻട്രൽ റൂട്ടിലൂടെ പ്രേരകാവേഗങ്ങൾ മോട്ടോർ ഇമ്പൾസസ് മാത്രമാണ് കടന്നു പോകുന്നതെങ്കിൽ സംവേദാവേഗങ്ങൾ അഥവാ സെൻസറി ഇമ്പൾസസ് ഏതിലൂടെയാണ് കടന്നു പോവുക? അത് വെൻട്രൽ റൂട്ടിലൂടെയാണ് എന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഭാഗത്തേക്ക് അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സുഷുമ്നയുടെ ഘടന നോക്കിയാൽ സുഷുമ്നയുടെ സെന്ററിലൂടെ ഒരു കനാലും ഒരു ഹോളോ ക്യാവിറ്റി കടന്നു പോകുന്നുണ്ട്. സുഷുമ്നയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഈ വഴിക്ക് നമ്മൾ കൊടുക്കുന്ന പേര് സെൻട്രൽ കനാൽ എന്നാണ്. സെൻട്രൽ കനാൽ, സെന്ററിൽ കാണപ്പെടുന്ന കനാൽ എന്ന അർത്ഥത്തിൽ നിന്ന് കണക്കാക്കിയുള്ളൂ. സെൻട്രൽ കനാൽ, സുഷുമ്നയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഭാഗത്തിന്റെ പേരാണ് സെൻട്രൽ കനാൽ. സെൻട്രൽ കനാൽ ഒരു ഹോളോ ക്യാവിറ്റി അല്ല, ഇതിനകത്ത് ഒരു ദ്രാവകം നിറഞ്ഞിട്ടുണ്ട്. ആ ദ്രാവകത്തിന്റെ പേര് നമുക്കറിയാവുന്നതുപോലെ CSF ആണ്. സെറിബ്രോ സ്പൈനൽ ദ്രവം മെനിഞ്ചസിന്റെ സ്ഥലപാടികൾക്കിടയിലായി കാണപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നു. സെറിബ്രോ സ്പൈനൽ ദ്രവം എവിടെയും കൂടെ കാണുന്നുണ്ട്? സുഷുമ്നയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന സെൻട്രൽ കനാലിലൂടെ കൂടെ കാണുന്നുണ്ട്. CSF 3 ഭാഗങ്ങളിലാണ് ശരീരത്തിൽ പ്രധാനമായും കാണപ്പെടുക. ഒന്ന് നമ്മൾ പറഞ്ഞു മെനിഞ്ചസിന്റെ സ്ഥലപാടികൾക്കകത്ത്, 2 സെൻട്രൽ കനാലിലും, 3 തലച്ചോറിന്റെ അകത്ത് കാണപ്പെടുന്ന ഒരു അറയുണ്ട്, സെറിബ്രൽ വെൻട്രിക്കിൾ എന്നൊരു അറയുണ്ട്. ആ അറയ്ക്കകത്തും ഇതേ ശരിക്കും പറഞ്ഞാൽ ഈ സെൻട്രൽ കനാൽ നേരെ ജോയിന്റ് ചെയ്യുന്ന തലച്ചോറിലെ സെറിബ്രൽ വെൻട്രിക്കിളിലേക്കാണ്. അപ്പൊ ആ സെറിബ്രൽ വെൻട്രിക്കിളിലും ഇതേ ദ്രാവകം കാണപ്പെടുന്നുണ്ട്. അപ്പൊ സുഷുമ്നയുടെ ഘടന ചോദിച്ചാൽ പറയാനുള്ളത് ഇത്രയാണ്. സംവേദാവയവങ്ങൾക്ക് സെൻസറി ഇമ്പൾസസിന് വേണ്ടി മാത്രമായി ഡോർസൽ റൂട്ട് ഉണ്ട്. പ്രേരകാവയവങ്ങൾ അഥവാ മോട്ടോർ ഇമ്പൾസസിന് വേണ്ടി മാത്രമായിട്ട് വെൻട്രൽ റൂട്ട് കാണപ്പെടുന്നുണ്ട്. സെന്ററിലൂടെ കടന്നു പോകുന്ന ഭാഗത്തെ സെൻട്രൽ കനാൽ എന്ന് പറയാം. സെൻട്രൽ കനാലിൽ CSF സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. പിന്നെ വൈറ്റ് മാറ്റർ പുറമെയും ഗ്രേ മാറ്റർ അകത്തുമായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ കോർട്ടെക്സ് വൈറ്റ് മാറ്ററിനാലും മെഡുല്ല ഗ്രേ മാറ്ററിനാലും നിർമ്മിതമാണ്. പൊതിഞ്ഞുകൊണ്ട് നട്ടെല്ല് എന്ന അസ്ഥി നിർമ്മിതമായ വെർട്ടിബ്രൽ കോളം എന്ന ബോഡി കവറിങ്ങും മെനിഞ്ചസും കാണപ്പെടുന്നു. ബാഹ്യമായി വെർട്ടിബ്രൽ കോളവും ആന്തരികമായിട്ട് മെനിഞ്ചസും കാണപ്പെടുന്നു. ഒരു ചോദ്യം ഇവിടുന്ന് സാധാരണ ഉണ്ടാവാറുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് പെയർ നോക്കി സെക്കൻഡ് പെയർ ഫില്ല് ചെയ്യുക എന്നിടത്തേക്ക് ചോദിക്കാവുന്ന 2 ടൈപ്പ് ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, സുഷുമ്ന സ്പൈനൽ കോഡ്, സുഷുമ്ന നട്ടെല്ല്, തലച്ചോറ് ഡാഷ്, ബ്രെയിൻ ഡാഷ്. ചോദ്യത്തിൽ എഴുതി ശ്രദ്ധിക്കുക. സുഷുമ്ന സ്പൈനൽ വെർട്ടിബ്രൽ കോളം ഓർ നട്ടെല്ല്, സ്പൈനൽ കോഡ്, വെർട്ടിബ്രൽ കോളം, അതൊരു ജോഡിയാണ്. ആ ജോഡി നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ജോഡി ബ്രെയിൻ ഡാഷ്, മസ്തിഷ്കം ഡാഷ്. എങ്ങനെ നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക? ആദ്യ ജോഡി തമ്മിലുള്ള ബന്ധം ശരിക്കും മനസ്സിലാക്കുക. എന്താണത്? സുഷുമ്നയെ പൊതിയുന്ന ആവരണമാണ് എന്ത്? നട്ടെല്ല്. സ്പൈനൽ കോഡിന്റെ സംരക്ഷണ ആവരണമാണ് വെർട്ടിബ്രൽ കോളം. നിങ്ങൾ അങ്ങനെ മാത്രം വായിച്ചാൽ പ്രയാസപ്പെടും. നമുക്ക് ഒന്നുകൂടെ കൃത്യമായി വായിക്കുക. സുഷുമ്നയെ പൊതിയുന്ന അസ്ഥി നിർമ്മിതമായ ബോണി കവറിംഗ് ആണ് നട്ടെല്ല് വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ പറയണം. അങ്ങനെ പറയുമ്പോഴേ സെക്കൻഡ് പെയർ ശരിയായി ഫില്ല് ചെയ്യാൻ പറ്റും. അതല്ല, അപ്പൊ ശരിയായി എങ്ങനെ ഫില്ല് ചെയ്യുക? ബ്രെയിൻ ഡാഷ്. അപ്പൊ എന്തായിരിക്കും? തലച്ചോറിനെ പൊതിയുന്ന അസ്ഥി നിർമ്മിതമായ ആവരണമേത്? ഒന്നാമത്തതിൽ അസ്ഥി നിർമ്മിതമായ എന്നുള്ളതുകൊണ്ടാണ് രണ്ടാമത്തതിൽ നമ്മൾ അങ്ങനെ തന്നെ വായിക്കുന്നത്. അസ്ഥി നിർമ്മിതമായ ആവരണമേത്? ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നത് സ്കൾ, ക്രാനിയം ഓർ തലയോടാണ്. മനസ്സിലായല്ലോ? അങ്ങനെ ആദ്യ ജോഡി. വേറെ ചോദ്യങ്ങളൊന്നും ഉണ്ടാവാറുണ്ട്. സുഷുമ്ന മെനിഞ്ചസ്, സ്പൈനൽ കോഡ് മെനിഞ്ചസ്, ബ്രെയിൻ ഡാഷ്. സ്പൈനൽ കോഡ് മെനിഞ്ചസ് ജോഡിയാണ് സെക്കൻഡ് ജോഡി. ബ്രെയിൻ ഡാഷ്, തലച്ചോറ് ഡാഷ്. എന്തായിരിക്കും ഉത്തരം? രണ്ടാമത്തെ ജോഡിയിലും ഉത്തരം എന്ത് തന്നെയാണ്? മെനിഞ്ചസ് തന്നെയാണ്. എങ്ങനെ ഉത്തരം കിട്ടിയത്? സുഷുമ്നയെ പൊതിയുന്ന പേശി നിർമ്മിതമായ ആവരണമാണ് മെനിഞ്ചസ് ആണല്ലോ. അത് മെംബ്രേനിയസ് കവറിംഗ് ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് പേർ എന്താ വായിക്കേണ്ടത് നമ്മള്? എങ്കിൽ തലച്ചോറിനെ, ബ്രെയിനിനെ പൊതിയുന്ന മെംബ്രേനിയസ് കവറിംഗ് ഏത്?
പേശി നിർമ്മിതമായ അറയത്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വരും? സ്വാഭാവികമായിട്ടും അടുത്ത ഭാഗം വരും. ഏതാണത്? മെനിഞ്ചസ്. രണ്ടാമത്തെ ഭാഗത്ത് മെനിഞ്ചസ് എന്ന് വരും. ഓക്കെ. അപ്പൊ ആ രീതിയിലുള്ള രണ്ട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ സ്പൈനൽ കോഡിന്റെ സുഷുമ്നയുടെ ഘടനയും അതിന്റെ പ്രവർത്തനങ്ങളും ഇത്രയാണ്. പ്രവർത്തനം എന്ന് പറയുമ്പോൾ വേറെ ഒരു പ്രവർത്തനം കൂടെ പറയാം. പ്രവർത്തനം എന്തൊക്കെയായിരുന്നു? ധർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു? ധർമ്മങ്ങള് സംവേദാവയവങ്ങളെ തലച്ചോറിലേക്ക് കൊണ്ടുപോകാൻ, സെൻസറി ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. മോട്ടോർ ഇമ്പൾസസിനെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്നു. രണ്ടെണ്ണം. മൂന്നാമത്തെ എന്താണ്? റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ്. ഈ നടക്കുക, ഓടുക തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ചലനങ്ങളെ നിയന്ത്രിക്കുന്ന സുഷുമ്നയാണ്. നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ പേശികൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത്തരത്തിലുള്ള ആവർത്തന ചലനങ്ങളെ, പേശി ചലനങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതും സുഷുമ്ന തന്നെയാണ്. ഇത്രയാണ് നമുക്ക് സുഷുമ്നയുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ, കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ രണ്ടാമത്തെ ഭാഗമായ സുഷുമ്നയുടെ ഘടനയും അതിന്റെ പ്രവർത്തനങ്ങളും ഇത്രയാണ് നമുക്ക് ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് സുഷുമ്നയുടെ ധർമ്മം, മൂന്നാമത്തെ ധർമ്മം ഒന്ന് വിശദമാക്കാം. ഏതാണ്ട് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നതായിരുന്നു സുഷുമ്നയുടെ പ്രധാനപ്പെട്ട ഒരു. എന്താണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ? അതൊന്ന് വിശദമാക്കി നോക്കാം. റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്, റിഫ്ലക്സ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടാനുസരണമല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുവിൽ പറയുന്ന പേരാണ് റിഫ്ലക്സ് പ്രവർത്തനം. ഇൻവോളണ്ടറി ആൻഡ് സ്പോണ്ടാനിയസ് ആക്ടിവിറ്റീസ്. ഒരു ഉദ്ദീപനവുമായി, ഒരു സ്റ്റിമുലസുമായി നമ്മൾ കോണ്ടാക്ട് വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മളിൽ നടക്കുന്ന, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ എന്നാൽ നമ്മളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുവിൽ പറയുന്ന പേരാണ് റിഫ്ലക്സ് പ്രവർത്തനം. അങ്ങനെയുണ്ട് ചില പ്രവർത്തനങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ബ്ലിങ്കിങ് ഓഫ് ഐസ്, കൺപോളകൾ അടയുന്ന പ്രവർത്തനം. ഞാൻ ഇത് പറയുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺപോളകൾ അടയുന്നത് നിങ്ങൾ അറിയുന്നത് പോലുമില്ല. എന്റെ കാര്യം ഞാൻ നമ്മൾ പരസ്പരം നോക്കിയിരിക്കുന്ന സമയത്ത് കൺപോൾ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് നിരന്തരമായി അടയുകയും തുറക്കുകയും ചെയ്യുന്നത്. നമ്മൾ ആരും ബോധപൂർവം കൺപോൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരുന്നില്ല. ഇപ്പൊ നമ്മൾ ഏതാണ്ട് അറിയുന്നതോ. അപ്പൊ നമ്മളിൽ നടക്കുന്ന പ്രവർത്തനമാണത്. ഇനിയിപ്പോ അത് ഒരു സുഹൃത്തിന്റെ കയ്യിൽ ഒരു പ്രാണി നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് വരികയാണ്. ആ പ്രാണി പെട്ടെന്ന് വരുന്ന സമയം നമ്മൾ എങ്ങനെയാണ് ആ പ്രാണിയെ കാണുന്നു? നമ്മൾ പറയാണ് അതൊരു പ്രാണി വരുന്നുണ്ട്, ഞാൻ എന്റെ കൺപോൾ അടയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണോ ആരെങ്കിലും കൺപോൾ അടയ്ക്കുക? അതല്ല. കാരണം കൺപോൾ അടഞ്ഞ് കണ്ണിന്റെ മുകളിൽ പ്രാണി തട്ടിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്തോ സാധനം വന്നിരുന്നു അല്ലെ. അത് നമ്മൾ അറിയുന്നതിന് മുൻപേ കൺപോൾ അടഞ്ഞു കഴിഞ്ഞു. നമ്മളിൽ നടക്കുന്ന പ്രവർത്തനമാണെങ്കിലും ആ പ്രവർത്തനത്തിൽ നമുക്ക് യാതൊരുവിധ പങ്കാളിത്തവും ഇല്ല. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ആകസ്മികമായും അനൈച്ഛികമായും ഇൻവോളണ്ടറി ആൻഡ് സ്പോണ്ടാനിയസ് ആക്ടിവിറ്റീസിന് പറയുന്ന പേരാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. എങ്ങനെയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ രൂപപ്പെടുന്നത്? ഇപ്പോ ഒരു റിഫ്ലക്സ് പ്രവർത്തനത്തിൽ അതിന്റെ ആവേഗങ്ങൾ, ഇമ്പൾസസ്, റിഫ്ലക്സ് പ്രവർത്തനം നടക്കണമെങ്കിൽ ഇമ്പൾസസ് ട്രാവൽ ചെയ്യുന്ന, സഞ്ചരിക്കുന്ന പാതയ്ക്ക് പൊതുവിൽ പറയുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. ഒരു റിഫ്ലക്സ് പ്രവർത്തനം പൂർത്തിയാവാൻ വേണ്ടി ആവേഗങ്ങൾ സഞ്ചരിക്കുന്ന പാതയുടെ പേരാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. നോക്കൂ, റിഫ്ലക്സ് ആർക്ക് എക്സാമിന് വരയ്ക്കാൻ വേണ്ടി ചോദിക്കാനുണ്ട്. ഇടയ്ക്ക് ചോദിക്കുന്ന ഭാഗമാണ്. ഏതൊക്കെയാണ് റിഫ്ലക്സ് ആർക്കിലെ ഘടകങ്ങൾ നോക്കാം നമുക്ക്. റിഫ്ലക്സ് ആർക്കിലെ ഒന്നാമത്തെ ഘടകം ഒരു ഗ്രാഹ്യ റിസപ്റ്റർ. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞ, നമ്മളൊരു ഹോട്ട് ഒബ്ജക്റ്റിനെ തൊടുകയാണ് അറിയാതെ, നമ്മൾ ഒരു ബോധവും ഇല്ലാണ്ട് നമ്മൾ എന്തോ നോക്കിയിരിക്കുന്ന സമയത്ത് കൈ അറിയാതെ, അടുക്കളയിലായിരിക്കുന്ന സമയത്ത് കൈ അറിയാതെ ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെമ്പിൽ പോയി കൈ തൊട്ടു. ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അറിയാതെയാണ് കൈ തൊട്ടത് എന്ന് കരുതി കൈയോട്ടിരിക്കോ? ഇല്ല, കൈ പിൻവലിയും. കൈ പിൻവലിയുന്നു നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ നോക്കി ചൂടാണ് കൈ പിൻവലിക്കുന്നു പറഞ്ഞിട്ടാണോ കൈ പിൻവലിക്കുക? അല്ല, നമ്മൾ അറിയുന്നതിന് മുൻപേ കൈ പിൻവലിഞ്ഞു കഴിഞ്ഞു. ശരിയല്ലേ? അങ്ങനെയാണ്. അപ്പോ ആ ചൂടുള്ള ഒബ്ജക്റ്റിൽ നമ്മളൊരു വിരലാണ് വെക്കുന്നതൊക്കെ ആദ്യമായിട്ട്. ആ വിരലിന്റെ അഗ്രഭാഗത്തുള്ള റിസപ്റ്റേഴ്സ്, ഗ്രാഹികൾ, ന്യൂറോണുകൾ ചൂട് എന്ന ഉദ്ദീപനത്തെ, സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നു.
അപ്പൊ ഒന്നാമത്തെ ഫാക്ടർ എന്താണ്? ഗ്രാഹി. എന്താണ് ഗ്രാഹി? ഉദ്ദീപനത്തെ സ്വീകരിക്കുന്ന ഭാഗമാണ് ഗ്രാഹി എന്ന് പറയുന്നത്. ഇനി ഗ്രാഹി ഉദ്ദീപനവുമായി സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് രൂപം കൊള്ളും? യെസ്, ആവേഗം രൂപീകരിക്കപ്പെടും. ഇമ്പൾസ് ഫോർമേഷൻ നടക്കുന്നു. ഗ്രാഹിയും ഉദ്ദീപനവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അവിടെ ഇമ്പൾസ് ഫോർമേഷൻ, ആവേഗ രൂപീകരണം നടക്കുന്നു. ഈ ആവേഗങ്ങൾ ഗ്രാഹിയിൽ നിന്ന് പോവാണ്. ആ പോകുന്ന ഈ ആവേഗത്തെ കൊണ്ടുപോകുന്ന ന്യൂറോണിന് നമ്മൾ കൊടുക്കുന്ന പേരെന്താ? അവയവങ്ങളിൽ നിന്ന് കേന്ദ്ര നാഡീവ്യൂഹത്തിലേക്ക്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന ആരാണ്? ഓക്കെ, സംവേദ ന്യൂറോണുകളാണ്. സംവേദ ന്യൂറോൺ, സെൻസറി ന്യൂറോൺ ആണ്. സെൻസറി ന്യൂറോൺ കാരീസ് ദ ഇമ്പൾസസ് ഫ്രം ദ റിസപ്റ്റർ. റിസപ്റ്ററിൽ നിന്നും ആവേഗത്തെ കൊണ്ടുപോകുന്നു. ഇത് എങ്ങോട്ടാണ് എത്തുന്നത്? നോക്കി, ഇത് എത്തുന്നത് നമ്മുടെ സുഷുമ്നയിലേക്കാണ്. സ്പൈനൽ കോഡിലേക്കാണ്, സുഷുമ്നയിലേക്കാണ് ഈ സംവേദ ന്യൂറോണുകൾ ആ ആവേഗത്തെ എത്തിക്കുക. എവിടെ നിന്നുണ്ടാകുന്ന ആവേഗം? ഗ്രാഹിയിൽ നിന്നും റിസപ്റ്റേഴ്സിൽ നിന്നും ഫോം ചെയ്തിരിക്കുന്ന ആവേഗത്തെ സംവേദ ന്യൂറോണുകൾ എങ്ങോട്ട് എത്തിക്കുന്നു? സുഷുമ്നയിലേക്കാണ് എത്തിക്കുക. സുഷുമ്നയില് ഈ സംവേദ ന്യൂറോണുകളെയും പ്രേരക ന്യൂറോണുകളെയും കണക്ട് ചെയ്തുകൊണ്ട്, സംവേദ ന്യൂറോണുകളെയും പ്രേരക ന്യൂറോണുകളെയും കണക്ട് ചെയ്തുകൊണ്ട് സുഷുമ്നയിൽ കാണുന്ന ഈ ഭാഗത്തെ ന്യൂറോണിന്റെ പേര് ഇന്റർ ന്യൂറോൺ എന്നാണ്. ഇന്റർ ന്യൂറോൺ സുഷുമ്നയിലുള്ള ന്യൂറോണാണ്. എന്താ ധർമ്മം? സംവേദ ന്യൂറോണുകളെയും പ്രേരക ന്യൂറോണുകളെയും കണക്ട് ചെയ്യുക. ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഇന്റർ ന്യൂറോണിന് ശേഷം വരുന്ന ഭാഗമാണ്, അതായത് സുഷുമ്ന നൽകുന്ന മറുപടികളെ, വിവരങ്ങളെ വിവിധ അവയവങ്ങളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ന്യൂറോണാണ് പ്രേരക ന്യൂറോൺ ഓർ മോട്ടോർ ന്യൂറോൺ. സുഷുമ്നയുടെ സ്പൈനൽ കോഡിന്റെ മറുപടികളെ തിരിച്ചു കൊണ്ടുവരുന്ന ന്യൂറോണിന്റെ പേരാണ് പ്രേരക ന്യൂറോൺ അഥവാ മോട്ടോർ ന്യൂറോൺ. ഇത് എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? ഒരു അവയവത്തിലേക്കാണെങ്കിൽ പേശിയിലേക്കാണ്, ഓർഗനിലേക്കാണ്. ഓർഗനിൽ ആ മറുപടി എത്തുമ്പോഴാണ് നമ്മുടെ കൈ പിൻവലിയുക അല്ലെങ്കിൽ കാൽ പിൻവലിയുക എന്നീ പ്രവർത്തനങ്ങൾ നടക്കുക. ഇതിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയാം. വിശദീകരിക്കുന്നൂടെ, ഉദ്ദീപനത്തെ സ്വീകരിക്കുന്നു. ആര് സ്വീകരിക്കുന്നു? ഇപ്പൊ ചൂട് എന്ന വസ്തുവിന് നമ്മൾ തൊടുകയാണ്. അങ്ങനെ തൊടുന്ന സമയത്ത് തൊടുന്നത് ആരാണ്? ഗ്രാഹിയുടെ അവയവമാണ്. ആ അവയവത്തിന്റെ ആ ഭാഗത്തുള്ള ഗ്രാഹി റിസപ്റ്റേഴ്സ് ചൂട് എന്ന ഉദ്ദീപനത്തെ, സ്റ്റിമുലേഷനെ റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അവിടെ നിന്നൊരു ആവേഗ രൂപീകരണം നടക്കുന്നു, ഇമ്പൾസ് ഫോർമേഷൻ. ആ ഇമ്പൾസ് സംവേദ ന്യൂറോണിലൂടെ, സെൻസറി ന്യൂറോണിലൂടെ എങ്ങോട്ട് എത്തുന്നു? സുഷുമ്നയിലേക്ക് എത്തുന്നു, സ്പൈനൽ കോഡിലേക്ക് എത്തുന്നു. സ്പൈനൽ കോഡിലുള്ള ഇന്റർ ന്യൂറോൺ സുഷുമ്നയുടെ മറുപടികളെ, സ്പൈനൽ കോഡിന്റെ മറുപടികൾ. അപ്പോ ഈ ആവേഗം ഇവിടെ എത്തി, ഇവിടുന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എവിടുന്ന്? സ്പൈനൽ കോഡിൽ നിന്ന്. സ്പൈനൽ കോഡിന്റെ മറുപടികളെ ഇന്റർ ന്യൂറോൺ ആര് കൊടുക്കുകയാണ്? പ്രേരക ന്യൂറോണിന് കൊടുക്കുകയാണ്, മോട്ടോർ ന്യൂറോണിന്. മോട്ടോർ ന്യൂറോൺ ഈ മറുപടികളെ അവയവത്തിലേക്ക്, അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? ഇപ്പൊ നമ്മൾ ചൂടത്ത് തൊടുന്നത് വിരലാണ്. വിരൽ മാത്രമാണോ മാറുക? ഒന്ന് കാണും, മനസ്സിൽ കാണുന്നത്. ചൂടത്ത് തൊട്ടാൽ വിരൽ മാത്രം തെന്നി മാറുകയാണോ ചെയ്യുക? അല്ല, കൈ മൊത്തം മാറുമല്ലോ എന്ന് പറഞ്ഞാല്. അപ്പൊ ഗ്രാഹി എവിടെ മാത്രമേ ഉള്ളൂ? ഈ വിരലിന്റെ തുമ്പത്ത് മാത്രമേ ഗ്രാഹിയുള്ളൂ. അവിടെ നിന്നാണ് എന്ത് പോകുന്നത്? ആവേഗം പോകുന്നത്. പക്ഷെ മറുപടി ആവേഗം എത്തുന്നത് ഈ വിരലിലേക്കോ ഈ തുമ്പത്തേക്കോ മാത്രമല്ല, ഈ അവയവത്തിലേക്ക് മൊത്തമാണ്. അതുകൊണ്ടാണ് മൊത്തം അവയവം പിന്മാറുന്നത്. മനസ്സിലായല്ലോ? ആവേഗം പോകുന്നത് ഈ ഗ്രാഹിയിൽ നിന്ന്, പക്ഷെ മറുപടി ആവേഗം എത്തുന്നത് ഹോൾ ദിസ് ഓർഗൻ, ഈ ഓർഗനിലേക്ക് മൊത്തമായിട്ടാണ്. അതുകൊണ്ടാണ് ഓർഗൻ മൊത്തമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അവയവമാവുന്നത്. ഈ ഗ്രാഹി ഈ അവയവത്തിന്റെ ഭാഗമാണ്. ആ അവയവത്തിലേക്ക് സുഷുമ്നയുടെ സ്പൈനൽ കോഡിന്റെ മറുപടി എത്തുമ്പോഴാണ് അവിടെ പിൻവലിയുക എന്ന ആക്ടിവിറ്റി നടക്കുക. ഈ റൂട്ടിന് മൊത്തമായിട്ട് പറയുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. റിഫ്ലക്സ് പ്രവർത്തനം പൂർത്തിയാവാൻ വേണ്ടി ആവേഗങ്ങൾ സഞ്ചരിക്കുന്ന പാതയുടെ പേരാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്.
നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ അറിയാതെ കാലിലൊരു മുള്ളു തട്ടിന്ന് കരുതുക. ഒരു കൂർത്ത എന്തോ സാധനം തട്ടി. ഒന്ന് മനസ്സിൽ കണ്ടു നോക്കി എന്താ സംഭവിക്കുക. നമ്മൾ അടിയിലേക്ക് നോക്കി അവിടെ ഒരു മുള്ളു കാല് തറച്ച് കണ്ടു, എന്നിട്ട് നമ്മൾ കാല് പിൻവലിച്ചു. ഇങ്ങനെയാണോ സംഭവിക്കുക? നമ്മൾ അറിയാതെ നടന്നു പോകുന്ന സമയത്ത് മുള്ളു തട്ടുമ്പോൾ ഒറ്റ ചാട്ടമല്ലേ, ഞെട്ടിച്ചാടും. നമ്മൾ ഞെട്ടിച്ചാടിയതിനു ശേഷമല്ലേ അത് കല്ലാണോ മുള്ളാണോ കുപ്പിച്ചില്ലാണോ മീനിന്റെ മുള്ളാണോ നമ്മൾ നോക്ക് അറിയുന്നുള്ളൂ. അല്ല അറിഞ്ഞിട്ടാണോ പിൻവലിക്കുക? അല്ല. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ വലിയൊരു പ്രത്യേകതയാണ്. റിഫ്ലക്സ് പ്രവർത്തനം ഒരു അൺകോൺഷ്യസ് പ്രോസസ്സാണ്, അബോധ പ്രവർത്തനമാണ്. പറഞ്ഞു അറിയാതെ നടക്കുന്ന പ്രവർത്തനം പറഞ്ഞല്ലോ. എന്തുകൊണ്ട് റിഫ്ലക്സ് പ്രവർത്തനം അറിയാതെയാകും? നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയണമെങ്കിൽ ആ പ്രവർത്തനത്തിൽ ആര് പങ്കെടുക്കണം? സെറിബ്രം പങ്കെടുക്കണം. കാരണം ബോധ കേന്ദ്രം, ഓർമ്മ, ബുദ്ധി, ഭാവന, ചിന്ത, സുബോധം തുടങ്ങിയവ നിയന്ത്രിക്കുന്ന ആരാണ്? സെറിബ്രമാണ്. അപ്പൊ സെറിബ്രം അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ അറിയൂ. സെറിബ്രം മറുപടി തരികയാണെങ്കിൽ നമ്മൾ അറിയും. സെറിബ്രം മറുപടി തരുന്നില്ല എങ്കിൽ നമ്മൾ അറിയുന്നില്ല. ഇവിടെ നമ്മൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇത്രയും അവയവങ്ങൾ പറഞ്ഞപ്പോഴും ഇവിടെ ഒന്നും എന്തു പറഞ്ഞിട്ടില്ല, സെറിബ്രം പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന തൽക്കാലം സുഷുമ്നയാണ്. സെറിബ്രത്തിലേക്ക് പോവാൻ നേരില്ല. നമുക്ക് എന്തറിയേണ്ടതില്ല. ചൂടത്ത് വിരൽ വെച്ചപ്പോൾ ചൂടാണ്, എത്രത്തോളം ചൂടാണെന്ന് അറിയണ്ട. എന്താ ആദ്യം അതിനെക്കുറിച്ച് അറിയല്ലല്ലോ വേണ്ടത്, അവിടുന്ന് മാറില്ലേ വേണ്ടത്. കാലിൽ ഒരു കൂർത്ത സാധനം തട്ടുമ്പോൾ അതെന്താണെന്ന് നോക്കി മനസ്സിലാവുന്നതിന് മുൻപേ കാല് പിൻവലിയണ്ടേ? കാല് പിൻവലിഞ്ഞിട്ട് മതി അതെന്താണെന്ന് അറിയാൻ. അപ്പൊ ആദ്യം നടക്കേണ്ട പ്രോസസ് എന്താണ്? കാല് പിൻവലിയുക. അവിടെ എന്തിന്റെ ആവശ്യമില്ല, ബോധ കേന്ദ്രത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് സുഷുമ്ന ഈ പ്രവർത്തനത്തെ സുഷുമ്ന കൺട്രോൾ ചെയ്യുന്നത്, സ്പൈനൽ കോഡ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയും, ഈ പിൻവലിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പോഴേക്കും വേദന ഉണ്ടോ? വേദന ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായും സെറിബ്രം അറിഞ്ഞിരിക്കണം. അപ്പൊ കാല് പിൻവലിഞ്ഞത്, കൈ പിൻവലിഞ്ഞതിന് ശേഷം ഈ ഭാഗത്ത് നിന്ന് ഗ്രാഹിയിൽ നിന്ന് വീണ്ടും ഒരു ആവേഗം നേരെ സെറിബ്രത്തിലേക്ക്. അപ്പൊ സെറിബ്രം അത് പിടിച്ചെടുത്ത് വേദന അനുഭവപ്പെടുത്തുകയും ചെയ്യും. രണ്ട് ആവേഗങ്ങൾ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്നും അത് മനസ്സിലാകാണ്. മുള്ളു തട്ടുന്നു, വേദനിച്ചതിന് ശേഷമാണോ കാല് പിൻവലിക്കുക, കാല് പിൻവലിഞ്ഞതിന് ശേഷമാണോ വേദന ഉണ്ടാവുക? കൈ ചൂടത്ത് വെക്കുമ്പോൾ പൊള്ളിയിട്ടാണോ കൈ പിൻവലിക്കുക, കൈ പിൻവലിച്ചിട്ടാണോ പൊള്ളൽ അനുഭവപ്പെടുക? കൺഫ്യൂഷനാണ്. പക്ഷെ യഥാർത്ഥം ബയോളജിക്കലി, ഫിസിയോളജിക്കലി, ശരീരധർമ്മശാസ്ത്രപരമായി നോക്കിയാൽ ആദ്യം നടക്കുക പിൻവലിയുക എന്ന പ്രവർത്തനമാണ്. ആദ്യം നടക്കുക. കാല് പിൻവലിയുക, കൈ പിൻവലിയുക എന്ന പ്രവർത്തനമാണ് നടക്കുക. അതിനുശേഷം മാത്രമേ വേദന ഉണ്ടാകൂ. അപ്പൊ വേദനിച്ചിട്ടല്ല പ്രവർത്തനം നടക്കുന്നത്. പ്രവർത്തനം നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേദന ഉണ്ടാകൂ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ ഫിനിഷിംഗ് ആണ്. കൈ പിൻവലിഞ്ഞ് കാൽ പിൻവലിഞ്ഞ് കുറെ നേരത്തിന് ശേഷമല്ല, നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയില്ല. അത്രമാത്രം സമയക്കുറവുണ്ട് തമ്മിൽ. പിൻവലിയലും വേദന ഉണ്ടാകലും തമ്മിൽ അത്രമാത്രം ഗാഢമായ ബന്ധമുണ്ട്. വ്യത്യാസം വളരെ സെക്കൻഡിന്റെ 100% സമയം മുന്നേ, അത്രേ പറയാൻ പറ്റൂ. നടക്കുന്ന എന്താണ്? കാലല്ലെങ്കിൽ കൈ പിൻവലിയുക എന്ന പ്രവർത്തനമാണ്. അതിനുശേഷം മാത്രമേ വേദന ഉണ്ടാവൂ. കാരണം കാല് പിൻവലിയുക എന്ന പ്രവർത്തനത്തെ നിയന്ത്രിച്ചതാരാ, കൺട്രോൾ ചെയ്താരാണ്? സ്പൈനൽ കോഡാണ്, സുഷുമ്നയാണ്. ആ പ്രവർത്തനം നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേദനയുടെ ആവേഗം എങ്ങോട്ട് പോകുന്നുള്ളൂ? സെറിബ്രത്തിലേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യം പ്രവർത്തനം, പിന്നെ വേദന. സെറിബ്രം പങ്കെടുക്കാത്തതുകൊണ്ട് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അബോധ പ്രവർത്തനങ്ങളായി, അൺകോൺഷ്യസ് പ്രോസസ്സുകളായിട്ട് മാറുകയും. ഇതാണ് റിഫ്ലക്സ് ആർക്ക്. ഇത് ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ 5 പോർഷൻസ് ആണ്. 1 ഗ്രാഹി റിസപ്റ്റർ, 2 സെൻസറി ന്യൂറോൺ, 3 ഇന്റർ ന്യൂറോൺ, 4 പ്രേരക ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, 5 ഓർഗൻ അവയവം. റിഫ്ലക്സ് ആർക്കിലെ ഘടകങ്ങൾ ഇവയാണ്. ഇവയെ ക്രമീകരിച്ച് എഴുതിയാൽ മതി. ഓരോ പോയിന്റും പറയാ. ഗ്രാഹി ഉദ്ദീപനങ്ങളെ, റിസപ്റ്റർ ഉദ്ദീപനങ്ങളെ, സെൻസേഷൻസിനെ, സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നു.
2 സംവേദ ന്യൂറോൺ സെൻസറി ന്യൂറോൺ ആവേഗത്തെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. 3 ഇന്റർ ന്യൂറോൺ മറുപടികളെ സുഷുമ്നയുടെ മറുപടികളെ പ്രേരക ന്യൂറോണിന് കൈമാറുന്നു. 4 പ്രേരക ന്യൂറോൺ മോട്ടോർ ന്യൂറോണ് സുഷുമ്നയുടെ മറുപടികളെ ആ അവയവത്തിലേക്ക് എത്തിക്കുന്നു. 5 അവയവം ഓർഗൻ എവിടെയാണോ പ്രവർത്തനം നടക്കുന്നത് ആ ഭാഗം. ഇതിനെയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇത്തരത്തിലുള്ള നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന നാഡീവ്യൂഹമാണ് നാഡീകേന്ദ്രമാണ് സ്പൈനൽ കോഡ് അഥവാ സുഷുമ്ന എന്ന് പറയുന്നത്. ഇപ്പൊ കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ 2 ഭാഗങ്ങളെയും നമ്മൾ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. തലച്ചോറും സുഷുമ്നയും ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആയിരുന്നു. ആ 2 ഭാഗങ്ങളും ഈ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പറഞ്ഞു കഴിയുന്നതായിരുന്നു. ഓക്കെ, അപ്പോ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡ് നമുക്ക് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗവുമായി കാണാം. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ. താങ്ക് യു.